അങ്ങനെ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. അതുമാത്രമല്ല ഒരുപാട് പേരുടെ കമൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പറ്റുന്നിടത്തോളം ഞാനും മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി കാണുക. പിന്നെ പൊതിച്ചോറ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പൊതിച്ചോറ് കൊടുത്തത്. പിന്നെ അടുത്ത തവണ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ബിരിയാണി കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ കൊടുക്കണമെന്നൊക്കെ എനിക്കെൻ്റെ മനസ്സിലങ്ങനെ ഉണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം കട്ടൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ 1 കിലോ ചേമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നാണിപ്പോൾ നമ്മൾ എടുത്തത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് വന്നിരിക്കുന്ന കമൻറ്റിൽ ഇങ്ങനെ യൂട്യൂബിൻ്റെ വരുമാനം പിന്നെ പറയാൻ പറ്റുമോ എത്ര കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുമാനം കിട്ടിയ കാര്യം നമുക്ക് പറയാമോ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ വരുമാനം പറഞ്ഞുകൂടാ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും അല്ല. നെഗറ്റീവായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ചിന്തിക്കുകയൊന്നും വേണ്ട. പിന്നെ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും, നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മളതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1,00,000 പേര് ആയ ഒരു സമയത്ത്. അന്നൊന്നും നമുക്ക് വരുമാനം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണല്ലോ നമുക്ക് കിട്ടിയത്. അങ്ങനെ അന്ന് നമ്മൾ വിചാരിച്ചത് നമ്മളൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് കഴിക്കുന്നതിലും നല്ലത് കുറച്ച് പേർക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെയാണ് അന്ന് നമ്മൾ ആ ഒരു വൃദ്ധസദനത്തിൽ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ ഒരു ദിവസം അവിടെ എന്തായാലും പോകണം. കുറേ ദിവസമായി നമ്മൾ പോയിട്ട്. അന്ന് നമ്മൾ പോയതാണ് കേട്ടോ. അന്ന് പോയതിന് ശേഷം പിന്നെ പോയിട്ടില്ല. കാരണം അതിനുള്ള ഒരു നമുക്ക് എന്തെങ്കിലും ഒരു നമ്മളെ കയ്യിൽ വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരെ ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് വീഡിയോയിൽ വരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. കുറച്ചുകൂടെ എന്തായാലും മുന്നോട്ട് പോയിട്ട്. അത് എനിക്ക് ആ ഒരു ബന്ധം തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ഒരു ഫാമിലി ബന്ധമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ജീവിതത്തിലുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മളെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് അതുവഴി ഒരു ചേര പോയത് കേട്ടോ. അപ്പോഴും ഒരു വീഡിയോ ചെറുതായിട്ട് എടുത്തപ്പോൾ ഞാൻ ഇതിനകത്ത് കൊടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഈ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ചൂടായതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ നമ്മൾ ചേമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പുനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേമ്പ് വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കണം. ഈ ഉപ്പുനീരെന്ന് പറയുന്നത് ഉപ്പ് വെള്ളത്തിനെയാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ആരോ കഴിഞ്ഞ ഒരു ദിവസം കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുനീര് എന്തരാണെന്ന്. പിന്നെ നേരത്തെ കമൻറ്റിൽ വന്നിരിക്കുന്നത് അണ്ണാൻകുഞ്ഞ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണാൻകുഞ്ഞിനെ നമ്മളെ മരത്തിൽ കയറ്റി വിട്ട് അതിൻ്റെ ശരീരമൊക്കെ നല്ല ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒന്ന് കണ്ണ് മാറുമ്പോഴത്തേക്കും കാണാൻ പിടിച്ചുകൊണ്ട് പോയാൽ അപ്പോൾ അതൊരു പാവമല്ലേ. അതുകൊണ്ട് നമ്മൾ മരത്തിൽ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ അണ്ണാൻകുഞ്ഞുങ്ങളെ മരത്തിൽ കയറ്റി വിടുന്ന കയ്യിൽ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് മരത്തിൽ കയറ്റി വിടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ അണ്ണാനെ ഇങ്ങനെ മരത്തിൽ കയറ്റി വിടുമ്പോഴത്തേക്ക് മറ്റുള്ള അണ്ണാനുമായിട്ടൊക്കെ അങ്ങ് ഇണങ്ങി അതിൻ്റെ ആ ഒരു ലോകത്തങ്ങ് ജീവിക്കുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല വെറൈറ്റി ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക്, ചെറിയ ഉള്ളി, പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളി എടുക്കുമ്പോൾ ഒരു ഇത്തിരി പുളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് പുളിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളി വഴറ്റി വരുന്ന ആ ഒരു സമയത്ത് തന്നെ എണ്ണയിൽ കിടന്ന് ഈ മുളകൊന്ന് മൂത്ത് കിട്ടും കേട്ടോ. കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചട്ടുകം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ എടുക്കാത്ത പരുവത്തിന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നല്ല പരുവത്തിന് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ചമ്മന്തി അരച്ചതിന് ശേഷം എണ്ണ ചേർക്കുകയൊന്നും വേണ്ട. അത്യാവശ്യം ഇതിനകത്ത് നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന ആ എണ്ണ മതി. നല്ല ടേസ്റ്റ് നല്ല മണമൊക്കെയാണ്. ഇങ്ങനെ ഒരു ചമ്മന്തി കഴിച്ചിട്ടില്ലെങ്കിൽ കപ്പയ്ക്കാണെങ്കിലും ഈ ഒരു ചമ്മന്തി ചേമ്പിനാണെങ്കിലും കപ്പയ്ക്ക് ചക്ക അവിച്ചെടുക്കുമല്ലോ, ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല പ്രത്യേകിച്ച് മണവും ടേസ്റ്റൊക്കെയാണ് എണ്ണയിൽ നമ്മൾ മൂപ്പിച്ചെടുത്തത് കൊണ്ട്. പിന്നെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ടുള്ളത്. ഇതിൽ വേറെ എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഉപ്പുനീര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മൺചട്ടി നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുമല്ലോ, അതിൽ ബാലൻസ് എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കട്ടൻ ചായക്ക് നമ്മൾ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുളക് മൂപ്പിച്ചതിന് ശേഷമാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും മുളകിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അതിന് ശേഷമാണ് നമ്മളതൊന്ന് അരച്ചെടുക്കുന്നത്. പിന്നെ സ്റ്റീലിൻ്റെ പാത്രം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കരി പിടിക്കും. പിന്നെ പുറത്ത് തീ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം വെച്ച് അലുമിനിയം പാത്രങ്ങൾ അങ്ങനെ യൂസ് ചെയ്യലെന്ന് നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇതിൽ തന്നെ അങ്ങ് വെച്ചത്. അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരത്തെ മുളകെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ തണുത്തിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയും കൂടെ എടുത്തുകൊണ്ട് വെച്ചിട്ട് മുളക് അരച്ചെടുക്കാനായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണണം. പിന്നെ അത് മാത്രമല്ല, വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടത്തുള്ളൂ. ഇത്തവണ കിട്ടി, അടുത്ത തവണ എങ്ങനെയാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എങ്കിലും എല്ലാവരും വീഡിയോസൊക്കെ കാണുക.
നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരെയും കാര്യം എനിക്ക് അറിയത്തില്ല, എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ.